എന്നെ നീ മനഃപൂർവ്വം ഒഴിവാക്കിയതാണല്ലേ? അതെന്നാ പറച്ചില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ആ വർമ്മയുടെ പ്രോഗ്രാമിന് നീ എന്നെ ഒഴിവാക്കിയതാണെന്ന്. എനിക്കറിയാം മോനെ, ഞാനും കൂടി ഉണ്ടെങ്കിൽ നിന്റെ ചുറ്റിക്കളി ഒന്നും നടക്കില്ലല്ലോ. ഇപ്പൊ സമയം തീരെയില്ല, തിരിച്ചു വന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അല്ല, ഈ പോക്ക് പോവാണെങ്കിൽ തിരിച്ചു വന്ന് സംസാരിക്കാൻ നീ ഉണ്ടാവില്ല കേട്ടോ. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അനുഗ്രഹിച്ച് വിടുന്നത് ചാക്കോച്ച. പാല് കൊടുത്ത കൈക്ക് കടിക്കരുതാ മോനെ. പിന്നെ താൻ എനിക്ക് എന്താ പാല് തന്നിരിക്കുന്നത്? ഇങ്ങോട്ട് പാട് മാപ്പിളെ. അയ്യോ, എനിക്ക് തെറ്റിതാ, നിനക്ക് പാലല്ല തന്നത്, ബ്രാൻഡി. ശരിയണ്ടാ. ദൂരദർശൻ ടീമിന് റൂം ബുക്ക് ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ. സാറാണോ മിസ്റ്റർ പ്രകാശ്? അതെ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം മോർണിംഗിൽ എത്തുവേ. പെട്ടി ടിക്കലുണ്ട്. കാറിലിരുന്ന് പ്രകാശ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ എത്തുമ്പോ നമ്മൾ തിരിച്ചുപോക്കിനെ കുറിച്ച് മറക്കും. തിരിച്ചു പോകണമെന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വീട് വയ്ക്കാം, ഒരു വുഡൻ ഹൗസ്. എന്നിട്ട് ഇവിടെ തന്നെ കൂടാം. എന്നോട് കളിക്ക് പറയുന്നത് സൂക്ഷിച്ചു വേണം, ഞാൻ കയറി സീരിയസ് ആകും. ഈ മഞ്ഞും ഈ ഏകാന്തയും സാക്ഷി നിർത്തി ഞാനും സത്യം പറയട്ടെ, എനിക്ക് തന്നോട് അത്രമാത്രം ഇഷ്ടം തോന്നുന്നു. Yes, I like you. Really. നാളത്തെ ഇന്റർവ്യൂ, ഷൂട്ടിംഗ് എന്നൊക്കെ ഓർക്കുമ്പോ ബോറാവോ? നല്ല കക്ഷിയാണല്ലോ. ഇതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈസി ജോബ്. നോക്കിക്കോ. എന്താ നിങ്ങളുടെ പേര്? ഐ എം കൃഷ്ണ. എത്ര കാലമായി നിങ്ങൾ ഈ യോഗ കേന്ദ്രത്തിൽ വന്നിട്ട്? കുറെ കാലമായി. സാറിനിപ്പോ എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. ഈ യോഗ പരിശീലനം കൊണ്ട് താങ്കൾക്ക് എന്ത് തരത്തിലുള്ള ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? അതിപ്പോ അതൊന്നും അറിയില്ല. ഓക്കെ, നിങ്ങൾ എന്തിനാ പ്രകാശ് എന്നൊരു പാവം മനുഷ്യനെ ധർമ്മസങ്കടത്തിലാക്കിയത്? എന്താ പറഞ്ഞത്? ഞാൻ ധർമ്മസങ്കടത്തിലാക്കിയെന്നോ? അതിനാരാ കാരണം? ഐ ലൈക്ക് യു പ്രകാശ്, ഐ ലൈക്ക് യു. നീ എന്താ വർക്കിംഗ് ഡേയില്? നല്ല ആളാ. ഇന്ന് എന്താ ഡേറ്റ് എന്നറിയോ? എന്താ? മറന്നൂല്ലേ? 2 വർഷം മുമ്പ് ഇതേ ദിവസം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായത്. വെഡിങ് ആനിവേഴ്സറി അല്ലേ? പ്രകാശിന് എന്ത് പറ്റി? ഇതെല്ലാം എന്നേക്കാൾ കൃത്യമായിട്ട് ഓർമ്മിക്കുന്ന ആളാണല്ലോ. ചേച്ചേ, തിരക്കിനിടയിൽ ഞാനത് മറന്നു. ഹലോ, ഞാനാടാ. അതെ, കൃഷ്ണ വിളിച്ചിരുന്നു. അവളുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് സിമി മെഡിക്കൽ സെന്ററിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാന്ന്. അവൾ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂന്ന്. നീ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ശരി. പെട്ടെന്ന് കുളിച്ച് റെഡിയാവും, ഒരു സ്ഥലം വരെ പോവാനുണ്ട്. എനിക്കിന്ന് ഫ്രീ ആവാൻ പറ്റില്ല, വേറെ എൻഗേജ്മെന്റ് ഉണ്ട്. ഒന്നും പറയണ്ട, ഞാൻ പിന്നെ എന്തിനാ ലീവ് എടുത്തു വന്നത്? ആയില്ലെങ്കിൽ അമ്പലത്തിൽ പോണം, എനിക്കൊരു വഴിപാടുണ്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് നടത്താമെന്ന് ഞാൻ നേർന്നതാ. പക്ഷെ സുമിത്ര, എനിക്ക് കഷ്ടമുണ്ട് കേട്ടോ, ഇങ്ങനെ മുടക്കം പറയാൻ പാടില്ല. എന്താ ഇവിടേക്ക് വന്നത്? ഞാനിപ്പോ വരാം. പെട്ടെന്ന് വരണേ.
ബുദ്ധിമുട്ടായില്ലേ? ഞാനാ കൃഷ്ണയോട് പറഞ്ഞത് പ്രകാശിനെ വിളിക്കാൻ. എങ്ങനെയുണ്ട്? ഓക്കെ. ഒരു ചെറിയ ചെസ്റ്റ് പെയിൻ. ഈ ബാബുറാവിന്റെ നിർബന്ധം കാരണം ഹോസ്പിറ്റലിൽ വന്നത്. ആ, മോളൊന്ന് പുറത്തിറങ്ങി നിൽക്കുമോ? പ്രകാശ്, ഈ നിമിഷം മരിക്കാനും എനിക്ക് ഭയമില്ല. കൃഷ്ണയുടെ അമ്മ പോയ ശേഷം പലതവണ ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തെളിയാറുള്ളത് എൻ്റെ മകളുടെ മുഖമാണ്. അവൾ അനാഥയായി പോവില്ലേ? പക്ഷെ ഇപ്പോ എനിക്കാ പേടിയില്ല. കൃഷ്ണ എല്ലാം പറഞ്ഞു. എനിക്കിഷ്ടായി, വളരെ ഇഷ്ടായി. അല്ല, അവളെ നോക്കണം. പാവം കുട്ടിയാ. അത് ഞാൻ കൃഷ്ണയെ വിളിക്ക. പ്രകാശ്, ധൈര്യമായിട്ടിരിക്കെ. അച്ഛൻ വിളിക്കുന്നു. ചെല്ല്. എക്സ്ക്യൂസ് മീ. കാണാതായപ്പോ ഞാൻ ദൈവമേ, കൃഷ്ണ തനിച്ചാണ്. പിടിച്ചു നിൽക്കാൻ അവളുടെ മനസ്സിന് ശക്തി കൊടുക്കണേ. കൃഷ്ണ, 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 എന്താ? ഇന്ന് അന്തരിച്ച സുപ്രസിദ്ധ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ആദിത്യവർമ്മയ്ക്ക് ദൂരദർശൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 30 വർഷത്തോളം കാലം ഭാരത സംഗീത സാഗരത്തിൽ ഒരു പവിഴമുത്തായി ജ്വലിച്ചു നിന്ന അദ്ദേഹത്തെക്കുറിച്ച് ദൂരദർശൻ തയ്യാറാക്കിയ ഒരു പരിപാടി ഇപ്പോൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു. സുമിത്ര, ആ ടി വി ഒന്ന് ഓഫ് ചെയ്തേ. എന്താന്ന് നോക്കട്ടെ. ആ
ഓഫ് ചെയ്യാൻ പറഞ്ഞ പ്രകാശൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. മുമ്പെങ്ങും ഇങ്ങനെയായിരുന്നില്ലല്ലോ. ഞാൻ ട്രാൻസ്ഫറായി പോയതിന്റെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ? പിണങ്ങ വഴക്കിട ഒക്കെ ചെയ്യാം, പക്ഷേ ഇന്ന് വേണ്ടിയിരുന്നില്ല. ഞാൻ വേറെന്തോ ടെൻഷനിലായിരുന്നു. സോറി സുമി. ഈ ഫോർമൽ സോറി പറച്ചിൽ പോലും പുതിയതാണല്ലോ. പോട്ടടോ. നീ എന്താ പിന്നെ അവളെ പോയി കാണാത്തത്? എങ്ങനെയാ അവളെ ഫേസ് ചെയ്യാന്നറിയില്ല. കൃഷ്ണയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് കാണാൻ കഴിയില്ല ചാക്കോച്ച. എന്ന് കരുതി ഒറ്റയ്ക്ക് അവിടെ ചടഞ്ഞുകൂടിയിരുന്ന് ആ കൊച്ചിന് ഭ്രാന്ത് പിടിക്കട്ടെന്ന് താൻ മറ്റൊന്നും ആലോചിക്കണ്ട. തന്നെ പോലൊരു സുഹൃത്തിനെ കാണാൻ അവളിപ്പോ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഉണ്ടാവും. ഒരു മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും താൻ അവിടെ വരെ ചെല്ലണം. എന്താ പോയിക്കൂടെ? साहब का अंतिम संस्कार करने के लिए मैं जा रहा हूँ। मेरा छोटा मेम साहब का ख्याल रखिएगा। मैं आता हूँ। പാവം ബാബുറാം. അച്ഛന്റെ ചിതാഭസ്മം കാശി കൊണ്ടൊഴുക്കണമെന്ന് അയാൾക്ക് നിർബന്ധം. ബാബുറാം കാശിക്ക് പുറപ്പെട്ടു. എത്ര ദിവസങ്ങൾ ഒറ്റയ്ക്ക് കഴിയുക? കുറച്ചുകൂടെ ഇവിടെ തന്നെ. പറ്റില്ല. സ്കൂളിന്റെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വന്നാലേ കൃഷ്ണ പഴയ മൂഡിലെത്തൂ. പ്രകാശിനറിയോ, വീണ്ടും പാടാൻ അച്ഛൻ തയ്യാറെടുക്കായിരുന്നു. എനിക്കും പ്രകാശിനും വേണ്ടി. ഞാൻ കൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു ആ ഒരു ദിവസത്തിന്. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ. ഒരു കരച്ചിൽ അല്ലേ? ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. സാരംഗി മാറിലണിയും ഏതപൂർവഗാനമോ, ശിശിരം മറന്ന വാനിൽ ഒരു മേഘരാഗമോ, വന്ദിതൻ പുഴയിലൂടെ ഒഴുകിയ ആരതി. സാരംഗി
സാരംഗി മാറിലണിയും ഏതപൂർവഗാനമോ ശിശിരം മറന്ന വാനിൽ ഒരു മേഘരാഗമോ താരകങ്ങൾ നിന്റെ കണ്ണിൽ പൂത്തിറങ്ങിയോ വിൻചന്ദ്രലേഖ നിന്റെ ചിരിയിൽ കൂടണഞ്ഞതോ താരകങ്ങൾ നിന്റെ കണ്ണിൽ പൂത്തിറങ്ങിയോ വിൻചന്ദ്രലേഖ നിന്റെ ചിരിയിൽ കൂടണഞ്ഞതോ സംഗീതമായി നിൻ ജീവനിൽ ചിറകാർന്നു വന്നു ഞാൻ ചൈത്രരാഗങ്ങളോർക്കവേ പൂക്കുന്ന ശാഖിയാ സാരംഗി മാറിലണിയും ഏതപൂർവഗാനമോ ശിശിരം മറന്ന വാനിൽ ഒരു മേഘരാഗമോ നിറമുള്ളൊരി നിമിഷങ്ങളിൽ ശുഭഗീതമായി ഞാൻ ശ്രാവണ മാതരാത്രിയിൽ നിന്നെ തേടി ഞാൻ സാരംഗി മാറിലണിയും ഏതപൂർവഗാനമോ ശിശിരം മറന്ന വാനിൽ ഒരു മേഘരാഗമോ മൂവന്തിതൻ പുഴയിലൂടെ ഒഴുകിയാരതി സാരംഗി മാറിലണിയും ഏതപൂർവഗാനമോ ശിശിരം മറന്ന വാനിൽ ഒരു മേഘരാഗമോ